നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സമാജ്വാദി പാർട്ടിക്കുള്ളിൽ പിളർപ്പുണ്ടാക്കാൻ BJP ശക്തമായ തന്ത്രങ്ങൾ മെനയുകയാണ്. അതിന് തുടക്കമായിരുന്നു രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി നേതാക്കൾ ക്രോസ് വോട്ടിംഗ് നടത്തിയതുമായി ബന്ധപ്പെട്ട സംഭവം അഖിലേഷ് യാദവിനെ ചൊടിപ്പിച്ചത്. അത് മാത്രമല്ല, പ്രധാനമന്ത്രി ഭക്ഷണ വിരുന്നിന് ക്ഷണിച്ചപ്പോൾ BSPയിലെ MP അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അദ്ദേഹം പിന്നീട് BJPയിലേക്ക് പോയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നു. അതായത് BSP MP-മാർ നിലവിൽ BJPയിലേക്ക് ചേക്കേറാൻ മായാവതിയുടെ തന്നെ അനുഗ്രഹാശിസുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. മായാവതി തന്നെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ സ്കോപ്പ് വേണമെങ്കിൽ BJPയിലേക്ക് ചേരൂ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. മാത്രമല്ല, മായാവതിയുടെ BSPയെ ഔദ്യോഗികമായി BJPയിൽ ലയിപ്പിച്ചില്ല എന്നുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. എല്ലാ രീതിയിലും BJPയെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് സർക്കാരിന് മുന്നോട്ടുള്ള എല്ലാവിധ ഭാവുകങ്ങൾ നേരാനും അവർ തയ്യാറായി തന്നെ നിൽക്കുകയാണ്. അതിന് തടസ്സം നിൽക്കുന്ന സമാജ്വാദി പാർട്ടിയെ എങ്ങനെയും പിളർത്താൻ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യും എന്ന് ദീക്ഷ എടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം തന്നെയാണിപ്പോൾ. അത് മാത്രമല്ല, മായാവതിയെ സംബന്ധിച്ചിടത്തോളം BJP വലിയ രീതിയിൽ അധികാരത്തിലേക്ക് തുടർച്ചയായി വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കാതലായ പ്രയോജനം ഉള്ള വിഷയമായി തന്നെ കണക്കാക്കുന്നു. കാരണം അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരുന്നാലും അനധികൃതമായ സ്വത്ത് ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരുന്നാലും മായാവതിയിലേക്ക് അന്വേഷണം നീങ്ങാതിരിക്കാൻ ഏറ്റവും വലിയ പ്രയോജനകരമായ കാര്യം അവർക്ക് BJPയെ പിന്തുണയ്ക്കുക എന്ന ഒറ്റ വഴിയേ ഉള്ളൂ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 20% വോട്ട് ഷെയറൊക്കെ നേടാൻ വളരെ അനായാസം സാധിക്കുന്ന BSP എന്ന പാർട്ടി ചിഹ്നിച്ചെറിയാണ് അവർക്ക് പലപ്പോഴായി വോട്ട് ഷെയർ കിട്ടുന്നത്. നമുക്കറിയാം, 2012 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ പ്രതിപക്ഷമായി. 2007 206 സീറ്റുമായി UP ഭരിച്ച മായാവതി 2012 ആയപ്പോൾ അവിടെ പ്രതിപക്ഷത്തെത്തി. 2017 ആയപ്പോൾ വെറും 17 സീറ്റുകളിലേക്ക് ചുരുങ്ങി. എന്നാൽ 2022 ആയപ്പോൾ വെറും ഒരു സീറ്റ്, അതായത് 403-ൽ ഒരു സീറ്റിലേക്ക് ചുരുങ്ങി എന്നുള്ള ഓർക്കണം. അവരിലെ വോട്ട് ഷെയർ മുഴുവനായി തന്നെ ഭൂരിഭാഗം വരുന്ന, അതായത് ഏകദേശം 12% വരുന്ന വോട്ട് ഷെയർ BJPയിലേക്ക് മാറ്റിക്കുത്തിക്കൊണ്ട് അവരവിടെ ഏറ്റവും വലിയ സഹായം അവർക്ക് ചെയ്തു കൊടുത്തു. അത് മാത്രമല്ല, സമാജ്വാദി പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം വരുന്ന നേതാക്കളെയും തോൽപ്പിക്കാൻ അവരുടെ നേതാക്കൾ സർവ്വതാ പ്രതിജ്ഞയെടുത്ത് മുന്നോട്ട് പോവുകയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് നമുക്ക് കാണാം. മാത്രമല്ല, BSPക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ നേട്ടമാണ് ഉണ്ടായത്. 10 ലോക്സഭാ സീറ്റുകൾ UPയിൽ നിന്ന് നേടാൻ കഴിഞ്ഞു. അത് ശരിക്കും സമാജ്വാദി പാർട്ടിയുടെ കൂടെ കൂടിയതിൻ്റെ ഫലമായിട്ടായിരുന്നു. എന്നാൽ അതിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ സമാജ്വാദി പാർട്ടിയെ അങ്ങോട്ട് കുറ്റപ്പെടുത്താൻ തുടങ്ങുകയും എല്ലാ രീതിയിലും അവഹേളിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോഴാണ് അഖിലേഷ് യാദവിന് കാര്യം മനസ്സിലായതും മായാവതിയുമായി ഒരു ധാരണയ്ക്കും തയ്യാറില്ല എന്ന് അഖിലേഷ് യാദവ് വ്യക്തമാക്കിയത്. അസന്നിഗ്ധമായി തന്നെ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മായാവതിക്ക് ഒരു കാര്യം മനസ്സിലായത്: ഇനി ഒരു രക്ഷയുമില്ല, കോൺഗ്രസിനോ അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിക്ക് ഒരു രീതിയിലും പിന്തുണ കൊടുക്കേണ്ട, എല്ലാ തരത്തിലും BJPക്ക് പിന്തുണ കൊടുത്താൽ മതി എന്ന രീതിയിലേക്ക് മായാവതി അവരുടെ റൂട്ട് പ്ലാൻ മാറ്റുകയായിരുന്നു. അതാണിപ്പോൾ UPയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.